മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഴക്കാലത്തുണ്ടാകുന്ന ഒരു രോഗമായ എലിപ്പനിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മഴക്കാലത്ത് മാത്രമല്ല, നമ്മൾ എലിമൂത്രം കലർന്നിട്ടുള്ള അഴുക്ക് വെള്ളത്തിൽ ചവിട്ടിയാലും ഈ രോഗം, അതായത് തോട്ടിലോ കണ്ടത്തിലോ ഒക്കെ പണിയെടുക്കുന്നവർക്കും ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് മഴക്കാലത്ത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഈ അസുഖം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പരിസരത്ത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്ന അതിലേക്കൂടെ സാധാരണ ഈ എലി നടന്നു പോകുമ്പോൾ തന്നെ അത് മൂത്രം ഒഴിച്ചൊഴിച്ചാണ് പോകുന്നത്. സാധാരണ പട്ടിയൊക്കെ മൂത്രം ഒഴിക്കുന്ന പോലെ ഒരു സ്ഥലത്ത് നിന്നല്ല ഇത് മൂത്രം ഒഴിക്കും. നടന്നു പോകുന്ന വഴിയിൽ തന്നെ മൂത്രം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം അത് നടന്നു പോകുന്ന മണ്ണ് നനഞ്ഞു കിടക്കുവാണെങ്കിൽ ആ മണ്ണിൽ രോഗാണുക്കൾ കിടന്നാലും, നമ്മുടെ പരിസരത്തുള്ള വെള്ളക്കെട്ടിനകത്തൂടെ നടന്നു പോകുമ്പോൾ അവിടെ മൂത്രം വീണാലും, അപ്പോൾ ഈ വെള്ളത്തിലും ഈ മണ്ണിലുമൊക്കെ നമ്മൾ അറിയാതെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ എന്തെങ്കിലും മുറിവോ പിന്നെ കുഴിനകവോ അല്ലെങ്കിൽ വെടിച്ചു കയറലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മുറിവിൽ കൂടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാണ് നമുക്ക് എലിപ്പനി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കാനും എലികളെ എങ്ങനെ നശിപ്പിക്കാമെന്നും ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്നും, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് മക്കളെ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ എലി എന്തിനാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്? മൂത്രം ഒഴിക്കാനായിട്ടാണോ വരുന്നത്? അല്ല. നമ്മളുടെ അടുക്കളയിലുള്ള ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒഴിഞ്ഞ കോണിലായിരിക്കും നമ്മൾ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ഫുഡിൻ്റെ വേസ്റ്റ് കഴിക്കാനായിട്ടാണ്. ഇപ്പോൾ എലികളൊക്കെ ഫുഡിൻ്റെ വേസ്റ്റ്, അതുപോലുള്ള നനവുള്ള ഭാഗത്ത് ഈ വേര അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെയൊക്കെ കഴിക്കാനായിട്ടാണ് ഈ എലി നമ്മുടെ പരിസരത്ത് പ്രധാനമായിട്ടും നമ്മളുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് കഴിക്കാനാണ് ഈ എലികൾ വരുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ എലികൾ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എന്തെങ്കിലും ഷെഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വങ്കുണ്ടാക്കി അവിടെ ചിലപ്പോൾ പാർക്കുകയും ചെയ്യും. അങ്ങനെയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ വീട് ഷെഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എലി വരുന്നോ, പിന്നെ പൂച്ചയൊക്കെ വളർത്തുന്നതൊക്കെ നല്ലതാണ് എലി ശല്യം ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളുടെ പരിസരത്ത് നമ്മൾ വലിച്ചെറിയുന്ന ഈ ഫുഡ് വേസ്റ്റൊക്കെ കഴിക്കാനായിട്ടാണ് ഈ എലികൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ പരിസരത്ത് വലിച്ചെറിയുക, അതായത് നിക്ഷേപിക്കാതിരിക്കുക. നമ്മുടെ ഒഴിഞ്ഞ കോണിൽ നമ്മൾ കൊണ്ട് ഇടാതിരിക്കുക. അത് വേണ്ടുന്ന രീതിയിൽ സംസ്കരിക്കുക. അതായത് ഇപ്പം കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് കമ്പോസ്റ്റ് വളങ്ങൾ, അതുപോലെ തന്നെ ബയോഗ്യാസ്, ഇതിനകത്തൊക്കെ നമ്മൾ കൊണ്ട് നിക്ഷേപിച്ചാൽ നമുക്ക് വളവും ഉണ്ടാകും, നമുക്ക് ഗ്യാസും കിട്ടും, പിന്നെ അതിന് കമ്പോസ്റ്റും ഒക്കെ ആകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ പരിസരത്തൊന്നും എലി വരികയില്ല. അപ്പോൾ എലി ശല്യം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് വീടിൻ്റെ പരിസരത്ത് നമ്മൾ അടുക്കള മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമ്മുടെ പരിസരത്ത് എലിയൊട്ട് വരികയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പോകുന്ന കൂട്ടത്തിൽ വെള്ളം കെട്ടുള്ളിടത്തും ഒക്കെയാണിത്. ഇത് അറിഞ്ഞുകൊണ്ടല്ല അവിടെ ഒഴിക്കുന്നത്. ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ മൂത്രം പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ പോകുന്ന കൂട്ടത്തിൽ ഈ വെള്ളക്കെട്ടിലും അതുപോലെ തന്നെ മണ്ണിലും ഒക്കെ വീഴുമ്പം, ഇപ്പം നനഞ്ഞ മണ്ണിൽ മൂത്രം വീണാലും നമ്മൾ ആ മണ്ണിൽ ചവിട്ടിയാൽ ആ നനവിൽ നിന്ന് നമ്മുടെ കാലിലൊക്കെയുള്ള മുറിവിൽ കൂടെ, ഞാൻ പറഞ്ഞല്ലോ, വെണ്ട് കയറിയ അങ്ങനെയൊക്കെയുള്ള മുറിവിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ച്, അതായത് ലെപ്റ്റോസ്പൈറോസിസ്, ലെപ്റ്റോ എന്ന ഒരു രോഗാണുവാണ് ഇതിൻ്റെ അണുവിൻ്റെ പേര്. അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് രോഗം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എലിയെ പിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി മാർഗങ്ങളൊക്കെ സ്വീകരിക്കില്ല. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. അത് ഞാൻ പറയുന്നില്ല. ഒരു ജീവിയെ എങ്ങനെ നശിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരില്ല. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ എന്തെല്ലാം മാർഗമുണ്ട് എലികൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മെയിനായിട്ട് നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ പരിസരത്തിലായിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എലിപ്പനി എന്ന് പറയുന്ന അസുഖം വന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഈ പനിയുടെ അതേ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ്. ഞാൻ പനിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം പനി എന്ന് പറയുന്നൊരു അസുഖമല്ലെന്നും, അപ്പോൾ അത് എന്തിൻ്റെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പനി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് വിദഗ്ധമായിട്ടുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോവുക. അപ്പോൾ പനി എന്താണെന്ന്, എന്ത് കാരണം കൊണ്ടാണ് ഈ പനി വരുന്നതെന്നുള്ള ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് എലിപ്പനി ഉണ്ടെങ്കിൽ ആ എലിപ്പനി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ രോഗം നിർണ്ണയിച്ചാൽ നമുക്ക് ഇതിന് വേണ്ടുന്ന കറക്റ്റായിട്ടുള്ള ചികിത്സ നടത്തിയാൽ നമ്മുടെ ഈ
രോഗാണു നമ്മുടെ ശരീരത്തിൽ നിന്നും പോകും. അല്ല നമ്മൾ അറിയാതെ നമ്മൾ പനിയാണെന്നും പറഞ്ഞ് സാധാരണ പനിക്കുള്ള പാരസെറ്റാമോളും അങ്ങനെയൊക്കെ ഉള്ള കഴിച്ച് നമ്മൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന് കഴിച്ച് അത് ഇങ്ങനെ പനി ചൂട് താഴ്ത്തി നിർത്തിക്കൊണ്ട് നമ്മളിരിക്കുന്ന അവസരത്തിലായിരിക്കും നമുക്ക് മൂത്രം പോകാതിരിക്കുക, മൂത്രത്തിന് മഞ്ഞ കളർ വരിക ഒക്കെ സംഭവിക്കുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ വലിയ ടെസ്റ്റ് സംവിധാനമുള്ള ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്. അപ്പോഴായിരിക്കും നമ്മളുടെ രോഗം കണ്ടുപിടിക്കുന്നത് നമുക്ക് എലിപ്പനിയായിരുന്നുള്ളത്. അപ്പോൾ നമുക്ക് പനി വന്നാൽ എലിപ്പനി ആണെന്നും പറഞ്ഞില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് എലിപ്പനി ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഈ രോഗാണുക്കൾ ശരീരത്തിൽ നിന്നും പോവുകയും നമുക്ക് രോഗം മാറുകയും ചെയ്യും. ആരംഭത്തിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ കിഡ്നിയെയും ലിവറിനെയും ബ്രെയിനിനെയൊക്കെ ബാധിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ പ്രശ്നമായിരിക്കും. നമുക്ക് രോഗത്തിൽ നിന്ന് റിക്കവറി ആകാൻ പാടായിരിക്കും. പിന്നെ അബോധാവസ്ഥയിലേക്ക് പോകും. പിന്നെ അബോധാവസ്ഥയിലേക്ക് പോയാൽ അറിയാമല്ലോ നമ്മളുടെയൊക്കെ അവസ്ഥ, റിക്കവറി ആകാൻ പാടായിരിക്കും. അതുപോലെ തന്നെ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ വെള്ളക്കെട്ടിൽ പണിയെടുക്കുന്നവർക്കുമൊക്കെ മഴക്കാലമാകുമ്പോൾ ഇത് വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ മരുന്നുണ്ട്. അത് ആരോഗ്യ വകുപ്പിൽ നിന്നും മഴ സീസണിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവർക്കൊക്കെ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഗുളിക മിക്ക ആൾക്കാരും കഴിക്കത്തില്ല. ഞങ്ങൾ എന്തിനാ ആവശ്യമില്ലാതുള്ള ഗുളികയൊക്കെ കഴിക്കുന്നേ എന്ന് പറയും. പക്ഷേ നമ്മൾ ഇഷ്ടം പോലെ പാരസെറ്റാമോളും വേദനയ്ക്കുള്ള ഗുളികകളൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. പക്ഷേ ഈ ഒരു ഗുളിക കൊടുക്കുമ്പോൾ എല്ലാവർക്കും വലിയ പാടായിരിക്കും കഴിക്കാനായിട്ട്. അപ്പം നമ്മളിത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമുക്ക് ആ രോഗം അങ്ങനെ മൂർച്ഛിച്ച് വരുത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഗുളിക കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കാതിരിക്കരുത്. അപ്പോൾ അതിൻ്റെ ഡോസൊക്കെ എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ അത് കഴിക്കണം. അത് കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും സേഫായിട്ടിരിക്കും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ മക്കളെ, എനിക്കുണ്ടായ ഒരു അനുഭവം. എൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ, ഞങ്ങൾ ഒന്നിച്ച് വളർന്നു, ഒന്നിച്ച് ഒരേ പ്രായം. പുള്ളിക്ക് ഈ എലിപ്പനി ആയിരുന്നു. കാരണം പുള്ളി എന്തോ വെള്ളത്തിൽ ഉള്ള എന്തോ ജോലി ചെയ്യുന്ന അവസരത്തിൽ പുള്ളിയുടെ കാലേ മുറിവുണ്ടായിരുന്നു എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. പക്ഷേ എനിക്ക് കണ്ടില്ല. ഞാൻ ആളിനെ മരിച്ചതിന് ശേഷമാണ് ഞാൻ ആളിനെ കാണുന്നത്. അപ്പോൾ ആളിന് ഈ എലിപ്പനി ആയിരുന്നു. ലാസ്റ്റ് മഞ്ഞപ്പിത്തം എന്നുള്ള അവസ്ഥയിൽ ആയിക്കഴിഞ്ഞാണ് അബോധാവസ്ഥ, ഇങ്ങനെ പിച്ചും പേയും ഒക്കെ പറയുന്ന ആ അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്നത്. അവിടെ ചെന്നാണ് കണ്ടുപിടിക്കുന്ന പുള്ളിക്ക് എലിപ്പനി ആയിരുന്നെന്നുള്ളത്. അപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. പറഞ്ഞതുപോലെ പരിസരത്തൊന്നും മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയാതെയും നമ്മളെപ്പോഴും സേഫായിട്ടിരിക്കുക. അപ്പം മക്കളെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.